School, Muwachipura. Admissions are now open for the academic year 2026-2027 for pre-KG, LKG, UKG and 1 to 8 classes. Admissions are open for +1 classes also. മൂവാറ്റുപുഴ നഗരസഭ വൈസ് ചെയർമാനായി UDF-ലെ അബ്ദുൾ സലാമിനെ തെരഞ്ഞെടുത്തു. 20 വോട്ടുകൾ നേടിയാണ് അബ്ദുൾ സലാം തെരഞ്ഞെടുക്കപ്പെട്ടത്. മൂവാറ്റുപുഴ നഗരസഭയിൽ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടത്തി. 9ാം വാർഡ് കൗൺസിലർ അബ്ദുൾ സലാമിനെ UDF സ്ഥാനാർത്ഥിയായി 25ാം വാർഡ് കൗൺസിലർ P രജിത നിർദ്ദേശിച്ചു. 19ാം വാർഡ് കൗൺസിലർ ഷിത റാണി തോമസ് P രജിതയുടെ നിർദ്ദേശത്തെ പിന്തുണച്ചു. 23ാം വാർഡ് കൗൺസിലർ സജി TA LDF-ന്റെയും 22ാം വാർഡ് കൗൺസിലർ KS ജയകൃഷ്ണൻ നായർ NDA-യുടെയും വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥികളായി. 30-അംഗ നഗരസഭയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി അബ്ദുൾ സലാം മൂവാറ്റുപുഴ നഗരസഭ വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1ാം വാർഡിൽ നിന്നും സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച KK സുബൈറിന്റെ ഉൾപ്പെടെ 20 വോട്ടുകൾ നേടിയാണ് മുസ്ലിം ലീഗ് അംഗം അബ്ദുൾ സലാം വിജയിച്ചത്. തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് അബ്ദുൾ സലാം മൂവാറ്റുപുഴ നഗരസഭ വൈസ് ചെയർമാനായി സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റെടുത്തു. ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെ എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. രാഷ്ട്രീയത്തിന് അതീതമായി 30 വാർഡുകളും ഒരേപോലെ കണ്ട് 30 വാർഡുകളിലും ഒരേപോലെ വികസനവും അതുപോലെ ശുചീകരണ പ്രവർത്തനങ്ങളും വികസന കാഴ്ചപ്പാടുകൾ ഒരേ രീതിയിൽ നടപ്പാക്കാൻ ഈ കൗൺസിലർമാരുമായി പൂർണ്ണമായ സഹകരണത്തോടെ രാഷ്ട്രീയം ഇലക്ഷനോടുകൂടി കഴിഞ്ഞു. ഇനി നമ്മുടെ നഗരത്തിൻ്റെ വികസനമാണ് നമ്മുടെ ലക്ഷ്യം. അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരായ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആൻ്റണി അടക്കമുള്ള കൗൺസിലേഴ്സുമായി ബന്ധപ്പെട്ട് അവരുമായി ആലോചിച്ച് നമ്മളാക്കിയ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായി ആലോചിച്ച് നമ്മുടെ നഗരത്തിൻ്റെ വികസനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് എല്ലാ വികസന പ്രവർത്തനങ്ങളും പെൻഡിങ് കിടക്കുന്നതടക്കം അതുപോലെ മുൻപ് നടപ്പാക്കി തുടക്കം കുറിച്ചത് അടക്കമുള്ളതെല്ലാം വളരെ ഗതിവേഗത്തിൽ പൂർത്തിയാക്കുവാൻ ഉള്ള ശ്രമം നടത്തും. തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് അബ്ദുൾ സലാമിനെ UDF അംഗങ്ങളും പ്രവർത്തകരും ചേർന്ന് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി സജി TA 7 വോട്ടും NDA സ്ഥാനാർത്ഥി KS ജയകൃഷ്ണൻ നായർ 3 വോട്ടുകളും നേടി. മൂവാറ്റുപുഴ DO സലാവുദ്ദീൻ പുല്ലത്ത് തെരഞ്ഞെടുപ്പിൽ വരണാധികാരിയായിരുന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്.